അഹമ്മദാബാദ് വിമാനാപകടം ഓപ്പറേഷൻ സിന്ദൂറിനുള്ള പാകിസ്ഥാന്റെ മറുപടിയും ചാവേറായത് കോ പൈലറ്റ് ഞെട്ടിക്കുന്ന കോക്പിറ്റ് സംഭാഷണം പുറത്ത്. അഹമ്മദാബാദ് വിമാനാപകടം മനഃപൂർവ്വമായിരുന്നുവെന്ന് സംശയം ജനിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പറന്നുവരുന്ന 3-ാം സെക്കൻഡിൽ വിമാനത്തിന്റെ 2 എഞ്ചിനിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ പ്രത്യക്ഷമായ കാരണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ രാത്രി വൈകി അപകടാന്വേഷണ സമിതി പുറത്തിറക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അതുവരെ യാതൊരുവിധ അപകട സൂചനയുമില്ലാതെ പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിനുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിശദമായ അന്വേഷണത്തിലൂടെ ഇനി കണ്ടുപിടിക്കാനുള്ളത്. പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യുവരെയും അതിനുശേഷം വിമാനം വീണു തകരുവോളം നടന്ന കാര്യങ്ങളുടെ സമയക്രമങ്ങൾ വിശദമായ റിപ്പോർട്ടിൽ വിവരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:07:37 റൺവേയിലൂടെ നീങ്ങി തുടങ്ങിയ വിമാനം റൺവേയുടെ അറ്റത്തെത്തി മുന്നിലേക്ക് ഓടി ടേക്ക് ഓഫിന് തൊട്ടു മുൻപുള്ള വേഗമായ 153 നോട്ട്സിലെത്തുന്നത് 1:08:33. 2 സെക്കൻഡിന് ശേഷം വിമാനം നിലം വിട്ടുയരാൻ ആവശ്യമായ വേഗമായ 155 നോട്ട്സിലെത്തി. പിന്നെയും 4 സെക്കൻഡ് കഴിഞ്ഞ് 1:08:39 നിലം വിട്ടുയർന്നു. വീണ്ടും മുകളിലേക്ക് പറന്നു കയറാൻ ആവശ്യമായ ആരോഗ്യകരമായ വേഗം 162 നോട്ട്സും കവിഞ്ഞ് 180 നോട്ട്സിലേക്ക് എത്തിയപ്പോഴേക്കും സമയം 1:08:42. ഉടനെ തന്നെ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ രണ്ടും 1 സെക്കൻഡ് വ്യത്യാസത്തിന് ഓഫ് ചെയ്യപ്പെട്ടു. അതായത് റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് എന്ന നിലയിലേക്ക് മാറി. ഇടതുവശത്തെ എഞ്ചിൻ 1 സ്വിച്ച് ആദ്യവും വലത്തെ എഞ്ചിൻ 2 സ്വിച്ച് രണ്ടാമതും ഓഫായി. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡുകൾ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഉയരം ഏകദേശം 500 അടിയിൽ താഴെയാണെന്ന് വേണം കരുതാൻ. എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് പ്രധാന പൈലറ്റ് കോ പൈലറ്റിനോട് ചോദിക്കുന്നത് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്ന് കേൾക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ചോദിച്ച സമയം വ്യക്തമാക്കിയിട്ടില്ല. ഇന്ധനം നിലച്ചതോടെ എഞ്ചിനുകൾ സ്വയം ഓഫാകാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും കറക്കത്തിന്റെ വേഗം കുറഞ്ഞു. പുറത്തേക്ക് വരുന്ന വായുവിന്റെ ചൂടും കുറഞ്ഞു തുടങ്ങി. വിമാനത്തിന്റെ വേഗം കുറഞ്ഞതിനാൽ മുകളിലേക്കുള്ള തള്ളലും ക്രമേണ കുറഞ്ഞു തുടങ്ങി. ഏതായാലും ഓഫാക്കി 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും 1-ാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓണാക്കിയിട്ടുണ്ട്. വീണ്ടും ഒരു 4 സെക്കൻഡിന് ശേഷം 2-ാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും പുനഃസ്ഥാപിക്കപ്പെട്ടു. ആദ്യം ഓണാക്കിയ ഇടത്തെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള നടപടികളിലേക്ക് സ്വയം നീങ്ങി തുടങ്ങിയെങ്കിലും 2-ാം എഞ്ചിൻ ശരിയാകാൻ വീണ്ടും ഏറെ സമയമെടുക്കുമെന്ന് വ്യക്തമായിരുന്നു. അപ്പോഴേക്കും എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പാതയിലേക്ക് എത്തിക്കേണ്ടിയ ഓക്സിലറി പവർ യൂണിറ്റ് ഇതിനിടെ സ്വയം സജ്ജമായിരുന്നു. ആദ്യം എഞ്ചിൻ നിലച്ച 2 സെക്കൻഡിന് ശേഷം. എന്തായാലും ആപത്ത് അടുത്തു എന്ന പൂർണ്ണ ബോധ്യം വന്ന കോക്പിറ്റിൽ നിന്ന് മെയ്ഡേ മെയ്ഡേ സന്ദേശം പുറത്തെത്തി. ഇടത്തെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത് 13 സെക്കൻഡും വലത്തേത് റീസ്റ്റാർട്ട് ചെയ്ത് 9 സെക്കൻഡും കഴിയുമ്പോൾ ആപത്തിൽപ്പെട്ടു എന്ന് പൂർണ്ണ ബോധ്യമായി എന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. ബോയിംഗ് 787 വിമാനങ്ങളുടെ ക്വിക്ക് റെഫറൻസ് ഹാൻഡ് ബുക്കിലെ അടിയന്തര സാഹചര്യ നടപടിക്രമങ്ങളിൽ പറയുന്ന റീസ്റ്റാർട്ട് ചെയ്ത എഞ്ചിൻ വീണ്ടും പ്രവർത്തന സജ്ജമാകാൻ 2.5 മിനിറ്റോളം എടുക്കുമെന്ന കാര്യം എത്രയോ പ്രാവശ്യം വായിച്ച് മനഃപ്പാഠമാക്കിയവരായിരിക്കും 2 പൈലറ്റ്മാരും. മെയ്ഡേ സന്ദേശത്തിന് മറുപടിയായി വിമാനം ഏതാണ്, കാൾ സൈൻ ഏതാണ് എന്ന് ATCയിൽ നിന്ന് ചോദിച്ചെങ്കിലും മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല. സെക്കൻഡുകൾക്കകം വിമാനം വീണ് തകർന്നു വീഴുകയും ചെയ്തു. ഇന്ധന സ്വിച്ചുകൾ 1 സെക്കൻഡ് ഇടവേളകളിൽ ഓഫ് ചെയ്യേണ്ടിയ ഒരു സാഹചര്യവും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ദുഷ്കരമാക്കുക. പറക്കലിനിടെ 2 എഞ്ചിനുകളും ഓഫ് ചെയ്യണമെങ്കിൽ 2 എഞ്ചിനുകളും തകരാറിലായി എന്ന് പൂർണ്ണ ബോധ്യം വരണം. തീപിടുത്തം ഉണ്ടാവുക, പക്ഷിയിടിക്കുക, ഇന്ധനത്തിന് കുഴപ്പമുണ്ടാവുക എന്നിങ്ങനെയുള്ള ഒന്നും ഇവിടെ സംഭവിച്ചില്ലെന്നതിന്റെ ആദ്യ തെളിവ് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന പൈലറ്റിന്റെ ഒറ്റ ചോദ്യമാണ്. കോക്പിറ്റിലെ മറ്റേയാൾ പോലും അറിയാതെ നടന്ന ഓഫ് ചെയ്യൽ. ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന മറുപടി. മനഃപൂർവ്വം ചെയ്തു എന്ന നിഗമനത്തിലെത്തുന്നതാണ് ഇവിടെ അട്ടിമറി സംശയിക്കുന്നത്. എന്നാൽ അതിനുമപ്പുറം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കണ്ടെത്താനാകും ഇനിയുള്ള വിശദമായ അന്വേഷണം.